ഹലോ എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട്ട് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ്മി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളുള്ള എല്ലാ അമ്മമാരെയും പപ്പമാരെയും സംബന്ധിച്ച് നല്ല പോലെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങളൊക്കെ നമ്മളെല്ലാവരും നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ആൾക്കാരല്ല, ഇപ്പോഴത്തെ ആൾക്കാർ നമ്മൾ ഒന്നെങ്കിൽ ഫീഡിംഗ് ബോട്ടിൽ ഉപയോഗിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ കാരണം ഇപ്പോഴത്തെ കോമൺ ആയിട്ട് നമ്മൾ അമ്മമാരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ബ്രസ്റ്റ് മിൽക്ക് കുറവാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഫോർമുല മിൽക്ക് കൊടുക്കുന്നവരുണ്ട്. പിന്നെ അത് മാത്രമല്ല ഫുഡ് ഫീഡർ ഉപയോഗിക്കുന്നവരുണ്ട്, സ്ക്വീസർ ഉപയോഗിക്കുന്നവരുണ്ട്, ചിലപ്പോൾ സ്പൗട്ട് കപ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇതെന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിന്റെ ഏതെങ്കിലും കോർണറിൽ ഇപ്പം ചില അഴുക്കുകൾ കയറിയിരിക്കും. അഴുക്കെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോർമുലയൊക്കെയാണ് ഡെയിലി കൊടുക്കുന്നവരായിരിക്കാം, ഒരു ദിവസം 2-3 തവണ കൊടുക്കുന്നവരുണ്ടാകാം. അപ്പോൾ അല്ലെങ്കിൽ ഫുഡ് ഫീഡർ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം നമ്മൾ സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വെച്ച് നമ്മൾ സ്ക്വീസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം അതിന്റെ ഏതെങ്കിലും ഒരു നിപ്പിളിന്റെ ഇടയിലോ അല്ലെങ്കിൽ അതിന്റെ റൗണ്ടിന്റെ അവിടെയോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇതിന്റെ അംശങ്ങൾ കുറച്ച് കയറി, ഭക്ഷണത്തിന്റെ ബാലൻസ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കും, അല്ലെങ്കിൽ മിൽക്കിന്റെ കുറച്ചിരിക്കും. പിന്നെ അത് കുറച്ച് സ്മെല്ലാവും. അപ്പൊ നമുക്ക് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നന്നായി ക്ലീൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ അവരുടെ ബോട്ടിൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. സ്റ്റെറിലൈസ് ചെയ്താലും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും എവിടെയെങ്കിലും ഒക്കെ കുറച്ച് കയറിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സെയിം പ്രശ്നം ഞാൻ എൻ്റെ മോനും ചെറുതായിരുന്ന സമയത്ത് ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംഭവം, അതായത് ഫീഡിംഗ് ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടത്. അപ്പം ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ വാങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ആയിരുന്നു. ഈ 3 ബ്രഷ് ഇതിനകത്തുണ്ടായിരുന്നു. ഇപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, കുറച്ചും കൂടെ ഐറ്റംസ് കൂടുതലുണ്ട്. അതായത് ഇങ്ങനെ നീഡിൽ പോലത്തെ സാധനം, അതായത് നിപ്പിള് ഫീഡിംഗ് ബോട്ടിലിന്റെ ഒക്കെ അല്ലെ സ്പൗട്ട് കപ്പിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീഡറിന്റെയോ നിപ്പിൾ ക്ലോസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോൾ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കാനുള്ള ഒരു നീഡിൽ പോലത്തെ സാധനം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നോർമലി ഈ ഒരു സംഭവത്തിന്റെ എത്രയെണ്ണത്തിന് നമുക്ക് ആവശ്യമുള്ളൂ. ഇതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വാങ്ങിയ സമയത്ത് ഇതിനൊരു 120 രൂപയോ അങ്ങാണ്ട് എനിക്ക് ആയിട്ടുള്ളൂ. അതെനിക്ക് ആ ഒരു സമയത്ത് ഓഫർ കിട്ടിയതാണ്. ഇപ്പം നമ്മുടെ ഐറ്റംസ് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഒരു 300-400 റേറ്റ് ഒക്കെ ആവാറുണ്ട്. ചെറിയ റേറ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതുപോലെ 2-3 ഐറ്റം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബ്രഷ് തന്നെയായിട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ നമുക്കിപ്പം ഇങ്ങനെ ഒരു ഫീഡിംഗ് ബോട്ടിലാണ്. ഇത് ഫിലിപ്പിന്റെ അവൻ കുഞ്ഞേറെ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഉപയോഗിക്കുമ്പം ചിലപ്പം ഇതിന്റെ ഉള്ളിലോട്ട് നമുക്ക് നമ്മുടെ കൈ ഇറങ്ങണമെന്നില്ല. ചിലരുടെ കൈ ഇറങ്ങുക ചെറിയ ഹോളല്ലേ. അപ്പൊ അതിന്റെ ഈ എഡ്ജിൽ ഈ ഇവിടെ വന്നിട്ടൊക്കെ ഭക്ഷണത്തിന്റെ മിൽക്കിന്റെ ഒക്കെ വന്നിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഈ നിപ്പിളൊക്കെ നമ്മളിങ്ങനെ റിമൂവ് ചെയ്തെടുക്കുമ്പം ഇതിന്റെ ഈ ഉൾഭാഗത്തൊക്കെ വന്നിട്ട് മിൽക്കിന്റെ അംശമൊക്കെ നന്നായിട്ട് ഇരിക്കുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരുന്ന് ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് ക്ലീൻ, ഞാൻ നമ്മൾ ഫിംഗർ ഇട്ട് ചെയ്താൽ പോലും മര്യാദയ്ക്ക് എൻ്റെ ഉള്ളോട്ട് എൻ്റെ ഫിംഗറൊക്കെ ഇതിനകത്തോട്ട് കേരള അറ്റത്തോരെ എത്തലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ വേറെ ചിലതിന്റെ എത്തി വെച്ചു. അപ്പൊ നമ്മൾ ഗ്ലാസ് ബോട്ടിലും പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു സെറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ഫീഡിംഗ് ബോട്ടിൽ ബ്രഷ് ക്ലീൻ ബ്രഷ് എന്നാണ് നമ്മൾ സെർച്ച് ചെയ്താൽ മതി ആമസോൺ. ഞാൻ അതിന്റെ ലിങ്ക്, ഞാൻ വാങ്ങിയ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പല ബ്രാൻഡിന്റെ ഉണ്ട്, നിങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കും. അപ്പൊ നമ്മൾ ഇത് ചെറിയ ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിപ്പിളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഞാനിത് കണ്ടോ, നമ്മളെ ഇങ്ങനെ ചെറിയൊരു സാധനമാണ്. ഇതിങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിന്റെ അറ്റത്തെത്തി കഴിയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലായിടത്തും ഉള്ള അഴുക്ക് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ പുറത്തോട്ട് ചാടി വരും. കാരണം ഇതിന് ഇങ്ങനെ ഒരു കോമ്പാണ്, കണ്ടോ, ഇങ്ങനെ ഒരു ബ്രഷാണ് ഇതിനുള്ളത്. ഇവിടെ കുറെ പല്ലുകൾ കണ്ടില്ലേ. അപ്പൊ ഇത് വെച്ച് നോക്കിയാൽ നന്നായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു സംശയം വേണ്ട കുട്ടികളുടെ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഇതിന്റെ ഈ ഒരു ഉൾഭാഗത്ത് ഉണ്ടാവുമല്ലോ, ഈ ഒരു ക്യാപ്പിന്റെ ഉൾഭാഗത്ത് ഇവിടെ കൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഇതിന്റെ ഈ അറ്റമൊക്കെ നമുക്ക് എല്ലാം ഈച്ച് ആൻഡ് എവറി കോർണർ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ ആക്ച്വലി ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കൂടുതൽ യൂസ് ചെയ്തത് ഈ ഒരു ബ്രഷും ഈ ഒരു ചെറിയ ബ്രഷുമാണ്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിങ്ങനെ റൊട്ടേറ്റ് ആവും, കണ്ടോ, ഇവിടെ കൊണ്ട് ഇത് ലൂസാണ്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ സംഭവം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയാൽ മതി. അത് ജസ്റ്റ് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ അതില്ലേലും കുഴപ്പമില്ല, ഇത് ഫിക്സ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ മൊത്തത്തിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് കറക്കിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഇത് കറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ഇതിന്റെ എല്ലായിടത്തും ഇതിന്റെ ആ ഒരു പല്ല് ചെന്നിട്ട് ഇത്
ക്ലീൻ ആവുന്നുണ്ടോ? അപ്പോൾ എല്ലാ ഈ കോർണറിലും എവിടെയും വന്നിട്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ഫീഡിംഗ് ബോട്ടിൽ, നമ്മുടെ ഫുഡ് ഫീഡർ ആയിക്കോട്ടെ, സ്പൗട്ട് കപ്പ് ആയിക്കോട്ടെ, എല്ലാം ഉപയോഗിക്കാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ ഒരു ബ്രഷ്. അപ്പം ഞാൻ ഏത് ബ്രാൻഡാണ് വാങ്ങിയെന്ന് ഞാൻ ഓർക്കുന്നില്ല, കാരണം ഇത് ഇത്രയും 2-3 വർഷം മുമ്പ് ഞാൻ വാങ്ങിയ ഒരു സംഭവമാണ്. അപ്പൊ ഈ സ്പോഞ്ചിന്റെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഇങ്ങനെ തന്നെ നമ്മളിപ്പം ഇവർക്ക് ഫീഡിംഗ് ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡ് എന്തെങ്കിലും ഇട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ കഴുകുക. അപ്പൊ അതൊക്കെ കഴുകുമ്പം അത് നമുക്കിങ്ങനെ സ്പ്രെഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പോഞ്ച് കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. എന്നിട്ട് നമ്മൾ ആദ്യം ബ്രഷ് ഇടുക, എന്നിട്ട് സ്പോഞ്ച് ഒന്ന് ഇടുക, സ്പോഞ്ച് ഇട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ വേഗം നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. നല്ല സുഖമാണ്, അത്രയ്ക്കും നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് സ്മെല്ലും വരത്തില്ല, ഒന്നുമില്ല, അഴുക്ക ഒരു സൈഡിൽ വന്ന് ഇരിക്കത്തുമില്ല. അപ്പം ഞാൻ നന്നായിട്ട് എല്ലാ പേരൻസിനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ബ്രഷ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫീഡിംഗ് ബോട്ടിൽ ക്ലീൻ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും. അപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ലിങ്ക് ഞാൻ താഴെ ഇടാം, ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പം ഇതിനെക്കുറിച്ച് അറിയാം, എന്നാൽ അറിയില്ലാത്ത കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.